ഹായ് ഹലോ നമസ്കാരം. അങ്ങനെ രാവിലെ വീണ്ടും ഇറങ്ങി. ജോലിനൊക്കെ ചെറിയ ക്ഷീണമുണ്ട്, എല്ലാവർക്കും ക്ഷീണമുണ്ട്. രാത്രി വർത്തമാനം പറഞ്ഞ് ഇന്ന് ലേറ്റായി കിടന്നപ്പം രാവിലെ തന്നെ എണീക്കുകയും ചെയ്തുകൊണ്ട് ചെറിയ ക്ഷീണം. അപ്പോൾ വീണ്ടും പർച്ചേസിങ് ഇറങ്ങി. ആദ്യം തന്നെ ഇത്തിരി ഫുഡ് കഴിച്ചേക്കാമെന്ന് കരുതി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇടുക്കി ഗോൾഡിലാട്ടോ എത്തിയേ. ആദ്യം തന്നെ അടിച്ച് പതപ്പിച്ച് ഒരു ചായ ഓർഡർ ചെയ്തു. നല്ല ചായ ആയിരുന്നു കേട്ടോ. ക്ഷീണമുണ്ട്, ഒരു ചായ കിട്ടുമ്പോൾ തന്നെ അങ്ങ് മാറിപ്പോകുമല്ലോ ക്ഷീണമൊക്കെ. ആഹാ, ചായ അന്തസ്. പിന്നെ എല്ലാവരും ഓർഡർ ചെയ്തു പൂരിയും ബാജി. ഞാൻ മാത്രം മസാല ദോശ ഓർഡർ ചെയ്തേ. എൻ്റെ മനസ്സങ്ങ് പെട്ടെന്ന് മസാല ദോശയിലേക്കേ പോവുള്ളൂ. എന്നെപ്പോലെ അങ്ങനെയുള്ളവരാണ് നിങ്ങളെങ്കിൽ എന്താണേലും കമൻറ്റ് ചെയ്യണം കേട്ടോ. മസാല ദോശ ഒന്നും അത്ര മുരിഞ്ഞതല്ലായിരുന്നു, എന്നാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. ജോലിയും ജസ്റ്റിനും ചായ കുടിച്ചില്ല, അതുകൊണ്ട് ആ ചായയും ഞാനങ്ങ് കുടിച്ചു. അങ്ങനെ മസാല ദോശയും ചായയും എല്ലാം കഴിച്ച് അവിടുന്ന് ഞങ്ങൾ ഇനി ഇറങ്ങാൻ പോവാണ്. നമ്മൾ ഇറങ്ങിയിട്ട് ഇനി അടുത്ത് പോണത് അബുദാബിയിലെ ഫിഷ് മാർക്കറ്റിലാണ്. മീന ഫിഷ് മാർക്കറ്റിലോട്ടാണ് കേട്ടോ പോണത്. അപ്പം പണ്ടിത് ഒരു നാടൻ ലുക്കിലായിരുന്നു, ഇതിപ്പം മോഡേൺ ലുക്കിലാക്കി. കമ്പനിയുടെ പേരും മോഡേൺ തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിൽ ടോട്ടൽ 130 സ്റ്റാളുകളുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എവിടെ നിന്ന് മേടിക്കണമെന്ന് നമുക്ക് ആകെ ജഗപക ആവും, അതുപോലെയാണ് ഐറ്റം. ഇത് ഒരു മലയാളി ഫാമിലി തന്നെ ഇവിടെ വിൽക്കാൻ വെച്ചേക്കുന്ന കേട്ടോ. അച്ചാറ്, ബീഫുണ്ട്, മീനുണ്ട്, പിന്നെ നെല്ലിക്ക, ഉപ്പിലിട്ട മുളക്, അങ്ങനെ ഉണക്കമീൻ എല്ലാം ഉണ്ട് കേട്ടോ. ഉണക്കമീനൊക്കെ നല്ല ടേസ്റ്റ് ഉള്ളത് ഇവിടെ കിട്ടും. മീനാണെങ്കിൽ ഏത് മേടിക്കണമെന്ന് കൺഫ്യൂഷനാണ്. അതുപോലെ മീനുകളാണ് കേട്ടോ. ഇഷ്ടം പോലെ സ്റ്റാളല്ലേ. നമ്മളേക്കാൾ 130 എണ്ണം കവർ ചെയ്തു. എല്ലായിടത്തുനിന്നും ഇത്തിരിച്ച മേടിച്ചു. മലയാളി ചേട്ടന്മാരൊക്കെ ആട്ടോ നിൽക്കുന്നത്. ഇവരൊക്കെ പറഞ്ഞു ഇവർക്കൊക്കെ ഒരു വർഷം ഡ്യൂട്ടി, 6 മാസം നാട്ടിൽ പോയി ലീവൊക്കെ ഉണ്ടെന്നൊക്കെ കേട്ടോ ചേട്ടന്മാർ പറഞ്ഞു. എല്ലാവരും ഹാപ്പി ആയിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് തന്നെ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമുക്ക് പോയി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും തോന്നില്ല. ഇഷ്ടമുള്ള മീൻ നമുക്കിങ്ങനെ മേടിച്ചെടുക്കാം. എല്ലാം ഫ്രഷാണ്. പല രാജ്യത്തിൻ്റെ മീനുകൾ കിട്ടും. നമ്മളേക്കാളും കുറച്ച് മീനൊക്കെ മേടിച്ചേക്കാലും ഒരു വഴിക്ക് ഇറങ്ങിയതല്ല, ഒരു 5-6 കിലോ മീനൊക്കെ മേടിച്ച് വെച്ചു. പിന്നെ ഇത് കണ്ടോ, ഇവിടെ ടേബിളൊക്കെ ഇട്ടേക്കുന്നത്. നമുക്ക് മീൻ എടുത്തിട്ട് കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ അവിടെ തന്നെ നമുക്ക് മീൻ ഗ്രില്ല് ചെയ്ത് അപ്പം തന്നെ തരും. നമ്മൾ പറയുന്ന മസാല ഇട്ട് നമുക്ക് ഗ്രില്ല് ചെയ്ത് തരും. എന്നിട്ട് നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാം. അങ്ങനെയൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലും പോവുകയാണെങ്കിൽ ഗ്രില്ല് ചെയ്തൊക്കെ അവിടെ നിന്ന് മേടിച്ച് കഴിക്കും. നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കുമ്പം. നമ്മൾ നേരത്തെ കഴിച്ചിട്ടുണ്ട്, ഈ വട്ടം കഴിക്കാനൊന്നും നിന്നില്ല, പിള്ളേർക്കൊക്കെ ടയേർഡായതുകൊണ്ട്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ നാട്ടിലോട്ട് ഇവിടുന്ന് കൊണ്ടുപോവാണ് ഫിഷ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ 10 കിലോ തൊട്ട് പെട്ടിയിൽ അവർ പാക്ക് ചെയ്ത് നമുക്ക് തന്നുവിടും. നമ്മൾ എയർപോർട്ടിലോട്ട് പോകുന്നതിന് മുന്നേ അവിടെ പോയി നമുക്കത് എടുത്താൽ മതി. നമുക്ക് ഇഷ്ടമുള്ള മീൻ അവർ പാക്ക് ചെയ്ത് നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുവിടും. 12 മണിക്കൂർ ഒരു കേടും പറ്റാതിരിക്കുന്ന അവർ ഗ്യാരണ്ടി പറയുന്നുണ്ട് കേട്ടോ. 10 കിലോയ്ക്ക് മുകളിലാണെങ്കിലും അവർ ബോക്സ് തരുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയും ചെയ്ത് തരും. നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് പോയി മേടിക്കാം, അടിപൊളിയാണ്. പിന്നെ നമ്മളിതാ വന്നിരിക്കുന്ന നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ കിട്ടുന്ന ഒരു കടയിലാണ്. റോയൽ ഡൈറ്റ്സിലാണ് നമ്മൾ കയറിയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കുറച്ച് മിഠായിസും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ നോക്കാമെന്ന് കരുതി. ജോലി ഒരു മടിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഫിഷ് മാർക്കറ്റിൽ ചെന്ന് പിള്ളേർക്കൊന്നും ഒരു ഉഷാറില്ലായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ വലിയ കുഴപ്പമില്ല, എല്ലാവരും കയ്യിൽ നിന്നൊക്കെ താഴെ ഇറങ്ങിയിട്ടുണ്ട്. അടുത്ത് തന്നെ കേട്ടോ ഫിഷ് മാർക്കറ്റും ഡ്രൈ ഫ്രൂട്ട്സ് കിട്ടുന്നതോടും വെജിറ്റബിൾസും ഫ്രൂട്ട്സും കിട്ടുന്നതോടും എല്ലാം ഒറ്റ സ്ഥലത്ത് തന്നെ നമുക്ക് എല്ലാം പർച്ചേസ് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നാട്ടിലൊക്കെ പോകുമ്പോൾ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്താൽ അവർ ഒരുപാട് ഡിസ്കൗണ്ടൊക്കെ ഇട്ട് തരുന്നുണ്ട് കേട്ടോ. മലയാളി ചേട്ടന്മാരൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. പല ഭാഷയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഒന്നും പേടിക്കേണ്ട, ധൈര്യമായിട്ട് പോയാൽ നാട്ടിലേക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്ത് ഒരുപാട് സാധനം നമ്മുടെ ആൾക്കാർക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റും. ഞാനിത് ഒരു ഈന്തപ്പഴമൊക്കെ എടുത്ത് തിന്ന് നോക്കുക. ഇതിങ്ങനെ കൊണ്ടുപോയാൽ നമുക്ക് നാട്ടിൽ പോയിട്ട് വേണമെങ്കിലും ഉണങ്ങുകയൊക്കെ ചെയ്യാം കേട്ടോ. അതൊക്കെ ഒരു പ്രത്യേക ഫീലല്ലേ നമ്മുടെ നാട്ടിലുള്ളവർക്കൊക്കെ. അറിയത്തില്ലാത്ത നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ അങ്ങ് കൊണ്ടുപോകുമ്പോൾ ഒക്കെ ഒരു ഭയങ്കര സന്തോഷമല്ലേ. അങ്ങനെയൊക്കെ വേണം കൊണ്ടുപോകാം. പല ടൈപ്പ്, പല രാജ്യത്തിൻ്റെ ഈന്തപ്പഴങ്ങളാട്ടോ ഉള്ളതൊക്കെ. നല്ല രസമുണ്ട്. എല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ തരും കേട്ടോ. ഒരു മടിയില്ല കേട്ടോ അവിടെ ഉള്ളവർക്ക്. എന്തൊരു സ്നേഹമാണെന്നറിയോ. അവർ എത്രയാണ് നമ്മൾ ചോദിക്കുകയാണെങ്കിലും നമ്മൾ ചോദിച്ചില്ലേ പോലും നമ്മൾ ആ കടയിൽ കയറി ചെല്ലുമ്പോൾ അവർ നമുക്കത് എടുത്തു തരിക. ആ ഒരു കാര്യം ഞാൻ സമ്മതിച്ചു കേട്ടോ. അവരുടെ ഒരു സ്നേഹം. നമ്മൾ ഇനി മേടിച്ചില്ലേ അവർക്കൊരു പരാതിയില്ല. അവർ ഓക്കെ ടാറ്റ പറഞ്ഞെന്ന് അവർ നമ്മളോട് പൊക്കോളാൻ പറയും. അല്ലാതെ അവർക്ക് തരുന്ന കാറ്റ് ഒരു മടിയില്ല. കുനാഫ ചോക്ലേറ്റ് ഇല്ലേ ദുബായ്, അതൊക്കെ നമ്മൾ മേടിച്ച് കഴിച്ചു നോക്കിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെയൊക്കെ തീരെ ചെറുത് കേട്ടോ. ഇതൊക്കെ നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയൊരു ഐറ്റം കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. നമുക്ക് നാട്ടിൽ ചെന്നിട്ട് എല്ലാവർക്കും കൊടുക്കാം. കഴിക്കാത്ത ഇപ്പോൾ വലുത് നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ ചെറുതാകുമ്പോൾ എല്ലാവർക്കും ഒന്ന് കഴിച്ചിരിക്കുക. അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാലോ. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആട്ടോ. ഞാനും കുറേ എണ്ണം കഴിച്ചു. പിന്നെ നമ്മൾ കുറച്ച് മേടിക്കുകയും ചെയ്തു കേട്ടോ. ജോലിനും ജസ്റ്റിനും വേണം. ഇപ്പം നമ്മൾ നാട്ടിലൊന്നും പോകുന്ന സമയം അല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ ഒരുപാട് പർച്ചേസ് ഒന്നും ചെയ്തില്ല കേട്ടോ. ഇനി നാട്ടിൽ പോകുമ്പോൾ വേണം പോയി പർച്ചേസിങ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട്. ജോലിനും ജസ്റ്റിനും ഇവിടെ വന്ന് പുഷാറായി. കണ്ടില്ലേ അവരുടെ ഒരു സന്തോഷം. മീൻ കട ചെന്ന് മീനൊന്നും കാണാൻ പോലും പിള്ളേർക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ഇതിപ്പോൾ ചോക്ലേറ്റ് ഒക്കെ ആയിട്ട് രണ്ടുപേരും ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ.
അതുപോലെ തന്നെ നട്ട്സാണ്, നട്ട്സിൻ്റെ ഉള്ളിൽ, ഈന്തപ്പഴത്തിൻ്റെ ഉള്ളിൽ നട്ട്സൊക്കെ വെച്ചിട്ടുള്ള കേട്ടോ. അത് നല്ല ഒരു വെറൈറ്റി ആട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഞാൻ അതൊക്കെ തിന്ന് നോക്കി. കൂടെ ഈ എള്ളില്ലേ, എള്ളൊക്കെ വെച്ചിട്ടാണ് കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ നട്ട്സ് ഇരിക്കുന്നത്, ബദാം അതൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ. പല ഐറ്റം വെച്ചതുണ്ട്, നല്ല ടേസ്റ്റ് ആട്ടോ അതൊക്കെ. അങ്ങനെ കുനാഫ ചോക്ലേറ്റ് കിട്ടി, അത് ടേസ്റ്റ് നോക്കി. പിന്നെ നമ്മളതൊക്കെ കുറച്ച് മേടിക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ കൂടെ വന്ന ചേട്ടൻ, ഡാൻസ് ചേട്ടൻ മാത്രമേ നാട്ടിൽ പോകുള്ളൂ, അപ്പോൾ ചേട്ടൻ മാത്രമേ ചോക്ലേറ്റൊക്കെ മേടിച്ചോളൂ, നമ്മൾ മേടിച്ചില്ല. പിന്നെ അവിടെ നിന്നൊരു കോഫി കിട്ടി കേട്ടോ. ഇത് അറബിക് കോഫി ആട്ടോ, കുഴപ്പമൊന്നുമില്ല. നല്ല ഇഞ്ചി ഫ്ലേവറുണ്ട്, നല്ല ഫ്ലേവറുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചിയും ഏലക്കയൊക്കെ ഇട്ട് നല്ലൊരു ഷുഗർ ആഡഡ് അല്ല കേട്ടോ, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരാശ്വാസം നമുക്ക് ഇത് കുടിച്ച് കഴിയുമ്പോൾ കേട്ടോ. അങ്ങനെ അതൊക്കെ കുടിച്ചു. അവിടെ നിന്ന് പിന്നെ ജുവലാണെങ്കിൽ ഫോൺ വിളിക്കുകയാണ്. അപ്പോൾ ചോക്ലേറ്റും കൊണ്ടാണ് ഫോൺ വിളിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വെജിറ്റബിളും ഫ്രൂട്ട്സും ഒക്കെ ഉള്ളിടത്തെത്തി. എല്ലാം അടുത്ത് തന്നെയാണ്, നമുക്ക് അവിടെ ഇവിടെ എല്ലായിടത്തും വരാം. ഞാൻ സത്യം പറഞ്ഞാൽ ഞാവൽപ്പഴം തപ്പി വന്നതാണ്, പക്ഷേ ഞാവലിൻ്റെ സീസണൊക്കെ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. എനിക്ക് സങ്കടമായി, കിട്ടിയില്ല കേട്ടോ. പിന്നെ ഞാൻ 1 കിലോ സബോളയൊക്കെ 1 കിലോ അല്ല 3 കിലോ സബോളയൊക്കെ മേടിച്ചു കേട്ടോ. പിന്നെ ഈ ഒരു ഫ്രൂട്ട് കണ്ടോ, ഇതൊക്കെ അവർ കഴിക്കാൻ, ഇവിടെ എല്ലാവരും കഴിക്കാനൊക്കെ തരും കേട്ടോ. പക്ഷേ എനിക്കെന്തോ കഴുകാതെയൊക്കെ കഴിക്കാൻ ഒരു ബുദ്ധിമുട്ട്, അതെന്താണെന്ന് അറിഞ്ഞുകൂടാ, എനിക്കങ്ങനെ തോന്നി. അതുകൊണ്ട് ഞാൻ ഒരു ലേശം കടിച്ചു, ഒരു പഴം മാത്രമേ നോക്കിയുള്ളൂ, ബാക്കിയൊന്നും വേണ്ടാന്ന് പറയും. ഇപ്പോൾ ചെത്തി തരാണോ ഓക്കെ, അല്ലാതെ ഡയറക്റ്റ് കഴിക്കുമ്പോൾ എനിക്കെന്തോ ഒരു മടുപ്പ്. അതുകൊണ്ട് ഞാൻ എല്ലാം ഒന്നും കഴിച്ച് നോക്കിയില്ല കേട്ടോ. ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം. ഇവിടെ അതുപോലെ തന്നെ ഇവിടെ പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരുണ്ട്, പക്ഷേ മലയാളി ചേട്ടന്മാരൊക്കെ ഉണ്ട് കേട്ടോ. ഇവർ നമുക്കെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടൊക്കെ എടുക്കാൻ പറ്റും. ഞാൻ കുറേ പാലക് ചീരയും സാദാ ചീരയും എല്ലാം മേടിച്ചു. പിന്നെ മല്ലിയില, പുതിനയില എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ളതായിരുന്നു കേട്ടോ. സ്പ്രിങ് ഓണിയൻ ഇതെല്ലാം ഞാൻ മേടിച്ച് കൂട്ടിയിട്ടുണ്ട്. പിന്നെ ആപ്പിൾ തക്കാളിക്ക ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ തക്കാളിക്ക മേടിച്ചില്ല. പിന്നെ ഫ്രൂട്ട്സ് വലിയൊരു തണ്ണിമത്തൻ എടുത്തു. പിന്നെ ഇങ്ങനെ പ്ലം, പീച്ച്, കണ്ട ഫ്രൂട്ട്സുകളും എല്ലാം എടുത്തു. ചുമ്മാ ഞാവൽപ്പഴം തപ്പി കയറിയതാ, പക്ഷേ നമ്മൾ അറിയാതെ എടുത്തു പോകും, അത് അതിൻ്റെ ഉള്ളിലെ പ്രത്യേകത. അത് 1ഉം 2ഉം ആയിട്ടല്ല, നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് ആയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ, അങ്ങനെയുണ്ട്. പിന്നെ ഇത് കണ്ടോ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മളെ സ്കൂളിൻ്റെ മുറ്റത്തൊക്കെ നിൽക്കുന്ന ആ ബദാമില്ലേ, നമ്മളൊക്കെ ബദാം ഇതാന്നല്ലേ കരുതിക്കൊണ്ടിരുന്നത്, ആ ബദാം കേട്ടോ. ഇപ്പോഴും നമ്മുടെ സ്കൂളിൻ്റെ മുറ്റത്തൊക്കെ വെറുതെ വവ്വാലും ചെപ്പിക്കിടക്കുകയല്ലേ, നമ്മളൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ, ഞാനൊക്കെ കഴിച്ചിട്ടുണ്ട്. ഉള്ളു നല്ല റോസ് കളറാണ്, രണ്ട് ചവച്ച് ചുപ്പും. ഈ നാട്ടിൽ ഇതിൻ്റെ വില എന്നാണെന്നറിയോ, UAE കിലോ 25 ദിർഹംസാണ്. നമ്മുടെ നാട്ടിൽ ആർക്കും വേണ്ടാത്ത സാധനമാണ്, ഇവിടെ അറബികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ടാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഇത് ഒരു ആൾക്കാരും ഇത് പോയി കൈകൊണ്ട് ഡയറക്റ്റ് എടുക്കരുത് കേട്ടോ, എൻ്റെ പൊന്നു മക്കളെ, അബദ്ധം പറ്റിപ്പോയി. ഇത് കൈകൊണ്ട് അങ്ങനെ എടുക്കരുത്, കണ്ടോ പണി കിട്ടി. കൈ ഫുള്ളും മുള്ളു കുത്തി കയറി, എൻ്റെ പൊന്നി. എന്നിട്ട് ആ മുള്ളൊന്ന് പോവാൻ പെട്ട പാട്, ഞാൻ മുടിയിലൊക്കെ ഇട്ട് ഉരച്ചിട്ട് പോലും മുള്ളു പോകണില്ല കേട്ടോ. അതിന് വലിയ സ്വാദൊന്നുമില്ല. പക്ഷേ ഇവിടെ ഈ അറബികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാനാ ചേട്ടൻ പറഞ്ഞു, നമ്മുടെ ആ ബദാം പോലെ ഇരിക്കുന്ന സാധനം ഇതുമൊക്കെ എമറാത്തികൾ ഇഷ്ടം പോലെ എടുത്തുകൊണ്ട് പോയി കഴിക്കുന്ന സാധനമാണെന്ന് കേട്ടോ പറഞ്ഞത്. എന്താണെങ്കിലും എൻ്റെ കയ്യിലെ ഇപ്പോഴും മാറിയിട്ടില്ല, ഒരു തരിതിരിപ്പ് തൊടുമ്പോൾ ഒരു ചെറിയ വേദന. ഫ്രൂട്ട് അത്ര നല്ലതൊന്നുമല്ല, ഡയറക്റ്റ് ആരും ഇത് പോയി കൈ കൊണ്ട് എടുക്കരുത് കേട്ടോ, എടുത്ത പണി കിട്ടും, കയ്യെ മൊത്തം കുത്തി കയറും. അത് വേറെ കവറൊക്കെ ഇട്ടേ എടുക്കാവുള്ളൂ, അല്ലേ എടുക്കാൻ വേറൊരു സാധനം ഉണ്ടെന്ന് ഞാൻ പിന്നെയാണ് അറിഞ്ഞത്. ഏക്കല്ലേ നല്ല പണി കിട്ടി. അതാരും എടുക്കരുത് കേട്ടോ, കൈ കൊണ്ട് ആരും പോയി പെട്ടെന്ന് എടുക്കരുത്. കുഞ്ഞു മക്കളൊക്കെ എടുക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭാഗ്യത്തിന് ജോലിയും ജസ്റ്റിനും ഇല്ലായിരുന്നു. പിന്നെ വണ്ടിയെ വന്നു കഴിഞ്ഞ് എല്ലാം പർച്ചേസ് ചെയ്തു, എല്ലാം കഴിഞ്ഞ് വണ്ടിയെ തിരിച്ചു വന്നു. ചോക്ലേറ്റ് പൊട്ടിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ചോക്ലേറ്റൊക്കെ പൊട്ടിച്ച് അവരപ്പോൾ ഡാൻസ് ചേട്ടൻ്റെ കൂടെ വണ്ടിയിലിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ നെഞ്ചത്ത് മാത്രമേ ഈ ഫ്രൂട്ട്സൊക്കെ എടുക്കാൻ വേണ്ടി ഇറങ്ങിയുള്ളൂ, അത് അവരെ കാണാൻ. അങ്ങനെയെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരുവാണ്. അങ്ങനെ വലിയൊരു പർച്ചേസിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ് 2 ദിവസം സെറ്റായിരുന്നു. ഒരു ലോഡ് സാധനമൊക്കെ മേടിച്ച്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.